423 ലൈഫ് വീടുകളുടെ പൂർത്തീകരണ പ്രഖ്യാപനവും താക്കോൽ കൈമാറ്റവും 14 നടക്കും. കുലശേഖരപുരം ഗ്രാമപഞ്ചായത്തിലാണ് വീടുകളുടെ താക്കോൽ കൈമാറുന്നത്. പുത്തൻതെരുവിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി കെ.എൻ. ബാലഗോപാൽ പൂർത്തീകരണ പ്രഖ്യാപനം നടത്തും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ലൈഫ് മിഷന്റെ ഭാഗമായി കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് 2020-25 കാലയളവിൽ 421 കുടുംബങ്ങൾക്കാണ് വീടുകൾ അനുവദിച്ച് പൂർത്തീകരിച്ചത്. 68 ഭൂരഹിത കുടുംബങ്ങൾക്ക് ഭൂമിയും വീടും നൽകി. 650-ലധികം കുടുംബങ്ങൾക്ക് വീടും 117 കുടുംബങ്ങൾക്ക് ഭൂമിയും വീടുമാണ് ലൈഫ് പദ്ധതിയിൽ കുലശേഖരപുരം ഗ്രാമപഞ്ചായത്തിൽ നിന്നും നൽകിയത്. 423 ലൈഫ് വീടുകളുടെ പൂർത്തീകരണ പ്രഖ്യാപനവും താക്കോൽ കൈമാറ്റവും ഗുണഭോക്തൃ സംഗമവുമാണ് ജൂലൈ 14-ന് ഉച്ചകഴിഞ്ഞ് 3:30-ന് പുത്തൻതെരുവ് ഫിസാക്ക ഓഡിറ്റോറിയത്തിൽ നടക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് അധികൃതർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഭവനരഹിതരും ഭൂരഹിതരുമായിട്ടുള്ള എല്ലാ ജനങ്ങൾക്കും അടച്ചുറപ്പുള്ള വീടും അന്തസ്സാർന്ന ജീവിതവും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ലൈഫ് മിഷൻ പദ്ധതി. ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് 2021-25 കാലഘട്ടത്തിൽ 423 കുടുംബങ്ങൾക്ക് വീട് ലഭ്യമാക്കുകയും അതുപോലെ തന്നെ 68 കുടുംബങ്ങൾക്ക് ഭൂമി ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായിട്ട് ആകെ 650 കുടുംബങ്ങൾക്ക് വീടും 117 കുടുംബങ്ങൾക്ക് ഭൂമിയും വീടും ലഭ്യമാക്കിയിട്ടുണ്ട്. ഈ ഒരു പദ്ധതിയിൽ ആകെ ചെലവായ തുക 22,39,977 രൂപ പഞ്ചായത്ത് ചെലവാക്കിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ലൈഫ് മിഷൻ പദ്ധതിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ആകെ നമ്മുടെ മുന്നിൽ കണ്ണീരോടെ വന്നു നിന്ന കുടുംബങ്ങൾക്ക് അവരുടെ ഏറ്റവും വലിയ സ്വപ്നമായ ഒരു വീട് ലഭ്യമാക്കുന്നതിന് വേണ്ടി ഭരണസമിതി മുൻകൈയെടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. വീടുകളുടെ പൂർത്തീകരണ പ്രഖ്യാപനം മന്ത്രി കെ.എൻ. ബാലഗോപാൽ നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി.കെ. ഗോപൻ താക്കോൽ കൈമാറും. സി.ആർ. മഹേഷ് എം.എൽ.എ. അധ്യക്ഷത വഹിക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൾ നിസാം സ്വാഗതം പറയും. മത്സ്യഫെഡ് ചെയർമാൻ ടി. മനോഹരൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ സുബോധ് എസ്, ലൈഫ് മിഷൻ കോർഡിനേറ്റർ ബിനുകുമാർ വി എന്നിവർ പങ്കെടുക്കും. 25-26 സാമ്പത്തിക വർഷത്തിൽ നമ്മുടെ പഞ്ചായത്തിന്റെ ഏറ്റവും പ്രഥമമായിട്ടുള്ള ഈ പദ്ധതി വിഹിതത്തിന്റെ മുഴുവൻ തുകയിൽ ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ചിട്ടുള്ളത് ലൈഫിന് വേണ്ടിയാണ്. അങ്ങനെയാണ് ഈ നേട്ടം ഞങ്ങൾക്ക് കൈവരിക്കാൻ കഴിയും. ഈ നേട്ടം എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ത്രിതല പഞ്ചായത്തുകളുടെ വിഹിതങ്ങളും സംസ്ഥാന സർക്കാരിന്റെ വിഹിതങ്ങളും ഉൾപ്പെടെയുള്ള വിഹിതങ്ങൾ ഈ പറയപ്പെടുന്ന തരത്തിൽ 423 പേർക്ക് വീട് കൊടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണ്. അതിനോടൊപ്പം തന്നെ ഞങ്ങൾ അതിദരിദ്രരെ കണ്ടെത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ഞങ്ങൾ ഇപ്പോൾ നടപ്പാക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ്. അതിനകത്ത് വീടില്ലാത്തവർക്കെല്ലാം വീട് കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഭൂമിയുള്ളവർക്ക് വീടില്ലാത്തവർക്ക് വീട് കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ ഭൂമിയില്ലാത്ത 5 പേർ, അതിദരിദ്ര പട്ടികയിൽപ്പെട്ടിട്ടുള്ള 5 പേർക്ക് ഞങ്ങൾ വള്ളികുന്നം പഞ്ചായത്തിൽ ഭൂമി കണ്ടെത്തി. ആ ഭൂമി കണ്ടെത്തി അതിനകത്ത് വീട് വെച്ചു കൊടുക്കാൻ ആവശ്യമായ തരത്തിലുള്ള സംവിധാനം കൂടി ഞങ്ങളുടെ പഞ്ചായത്തിനെ പറ്റി ആലോചിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.